നമസ്കാരം. 24 വാർത്താ പ്രഭാതത്തിലേക്ക് 100 ന്യൂസിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നവംബർ 22 ശനിയാഴ്ചയാണ്, വൃശ്ചികം 6. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ പത്മകുമാറിന്റെ ആറന്മുളയിലെ വീട്ടിൽ നിന്നും നിർണായക രേഖകൾ പിടിച്ചെടുത്ത SIT. ബാങ്ക് ഇടപാട് ഉൾപ്പെടെയുള്ള രേഖകളാണ് SIT കണ്ടെടുത്തതെന്നാണ് വിവരം. കഴിഞ്ഞ ദിവസം രാത്രി ഏറെ വൈകിയാണ് പത്മകുമാറിന്റെ വീട്ടിലെ SIT പരിശോധന പൂർത്തിയായത്. കേസിൽ അന്തിമ റിപ്പോർട്ട് നൽകാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ കൂടുതൽ ഉന്നതരിലേക്ക് അന്വേഷണം നീങ്ങുമെന്ന് സൂചന. മണ്ഡലകാല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട നിലവിലെ ഒരുക്കങ്ങൾ വിലയിരുത്താൻ ദേവസ്വം മന്ത്രി VN വാസവൻ വിളിച്ച യോഗം ഇന്ന് പമ്പയിൽ ചേരും. ഹൈക്കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് മന്ത്രി അടിയന്തര യോഗം വിളിച്ചത്. പോലീസ്, റവന്യൂ ഉൾപ്പെടെ വിവിധ വകുപ്പുകളിലെ ഉന്നത ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുക്കും. ഭക്തർക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ, തിരക്ക് നിയന്ത്രിക്കാനുള്ള പുതിയ മാർഗങ്ങൾ എന്നിവ ചർച്ചയ്ക്ക്. തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കുള്ള സ്ഥാനാർത്ഥികൾ സമർപ്പിച്ച നാമനിർദ്ദേശ പത്രികയുടെ സൂക്ഷ്മ പരിശോധന ഇന്ന് നടക്കും. സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ പട്ടിക റിട്ടേണിംഗ് ഓഫീസർ പ്രസിദ്ധീകരിക്കും. തിങ്കളാഴ്ചയാണ് പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം. തുടർന്ന് സ്ഥാനാർത്ഥികളുടെ പട്ടിക പരസ്യപ്പെടുത്തും. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിളിച്ച രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം ഇന്ന് ചേരും. രാവിലെ 11:30 മസ്കോട്ട് ഹോട്ടലിൽ വെച്ചാണ് യോഗം. ജോലി സമ്മർദ്ദം താങ്ങാനാകാതെ BLO അനീഷ് ജോർജ് ആത്മഹത്യ ചെയ്തതിനു ശേഷമുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ആദ്യ യോഗമാണ് ഇന്ന് ചേരുന്നത്. തിരുവനന്തപുരത്ത് 18-കാരനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രതികളുമായുള്ള തെളിവെടുപ്പ് ഇന്ന് നടക്കും. പ്രതികളുടെ വീട്ടിലും കൊലപാതകം നടത്തിയ സ്ഥലത്തും എത്തിച്ച് തെളിവെടുപ്പ് നടത്തും. കഴിഞ്ഞ ദിവസം 7 പ്രതികളെയും കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരുന്നു. സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിന് സമീപത്ത് നടന്ന കൊലപാതകത്തിൽ പോലീസിന്റെ ഭാഗത്ത് വലിയ വീഴ്ചയുണ്ടായി എന്ന് ആരോപണം. കേരള സർവകലാശാലയിൽ വൈസ് ചാൻസലർ സിൻഡിക്കേറ്റ് പോര് പരസ്യമായ ഏറ്റുമുട്ടലിലേക്ക്. ഇടതു സിൻഡിക്കേറ്റ് അംഗങ്ങളെ രൂക്ഷമായ ഭാഷയിലാണ് VC മോഹനൻ കുന്നുമ്മൽ വിമർശിച്ചത്. സിൻഡിക്കേറ്റിൽ നല്ല രാഷ്ട്രീയക്കാരില്ലെന്നും ഇവർ കാരണം സർവകലാശാലയിൽ അക്കാഡമിക് നിലവാരം കുറഞ്ഞെന്നും VC ആഞ്ഞടിച്ചു. തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ ജയിക്കാത്തവർ സിൻഡിക്കേറ്റിൽ ഇരിക്കുന്നു എന്ന VCയുടെ പരിഹാസത്തിന് മറുപടിയുമായി ഇടത് സിൻഡിക്കേറ്റും രംഗത്ത്. ED പരിശോധനയുടെ പശ്ചാത്തലത്തിൽ മാധ്യമങ്ങളെ കാണാൻ PV അൻവർ. തന്റെ വീട്ടിലും സ്ഥാപനത്തിലും ഡ്രൈവർ സിയാദിന്റെ വീട്ടിലും ഉൾപ്പെടെ നടത്തിയ പരിശോധനയെ സംബന്ധിച്ച കാര്യങ്ങൾ വാർത്താ സമ്മേളനം വിളിച്ച് വിശദീകരിക്കും. ഇന്നലെയാണ് PV അൻവറുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ ED 15 മണിക്കൂറോളം നീണ്ട പരിശോധന നടത്തിയത്. സംസ്ഥാനത്ത് ഇന്നും ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യത. മഴ മുന്നറിയിപ്പിന്റെ ഭാഗമായി തിരുവനന്തപുരം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. നാളെ തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ട്. മലയോര മേഖലയിലുള്ളവരും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ്. തൃശൂരിൽ രാഗം തിയേറ്റർ ഉടമയെ കൊട്ടേഷൻ സംഘം മർദ്ദിച്ച സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. ശാസ്ത്രീയ തെളിവുകൾ അടിസ്ഥാനപ്പെടുത്തി വൈകാതെ പ്രതികളെ പിടികൂടാനാകുമെന്നാണ് പോലീസിന്റെ നിഗമനം. കഴിഞ്ഞ ദിവസം രാത്രിയാണ് വെളുപ്പായയിലെ വീടിന് മുന്നിൽ വെച്ച് തിയേറ്റർ നടത്തിപ്പുകാരൻ രാഗം സുനിലിനും ഡ്രൈവറിനും കൊട്ടേഷൻ സംഘത്തിന്റെ വെട്ടേറ്റത്. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദത്തെ തുടർന്ന് തമിഴ്നാട്ടിൽ ഇന്ന് മുതൽ 3 ദിവസത്തേക്ക് മഴ മുന്നറിയിപ്പ്. ഇന്ന് 11 ജില്ലകളിലും കാരയ്ക്കലിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. 23-ന് 13 ജില്ലകളിലും 24-ന് 9 ജില്ലകളിലും യെല്ലോ മുന്നറിയിപ്പ്. കാരയ്ക്കലിലും ശക്തമായ മഴയ്ക്ക് സാധ്യത. കന്യാകുമാരി മുതൽ കടലൂർ വരെയുള്ള തീരദേശ ജില്ലകൾക്കാണ് മഴ മുന്നറിയിപ്പ്. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക 2ാം ടെസ്റ്റ് ഇന്നു മുതൽ. രാവിലെ 9 മുതൽ ഗുവാഹത്തിയിലാണ് മത്സരം. ആദ്യ കളി തോറ്റ ഇന്ത്യക്ക് പരമ്പര നഷ്ടമാകാതിരിക്കാൻ ജയം അനിവാര്യം. പരിക്കേറ്റ നായകൻ ശുഭ്മാൻ ഗിൽ പുറത്തായതോടെ ഋഷഭ് പന്ത് ഇന്ത്യയെ നയിക്കും. പൂജാ ബമ്പർ ലോട്ടറി നറുക്കെടുപ്പ് ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് നടക്കും. 12 കോടി രൂപയാണ് ഒന്നാം സമ്മാനം. രണ്ടാം സമ്മാനം 1 കോടി രൂപ ഓരോ പരമ്പരയ്ക്കും ലഭിക്കും. നോക്കാമിനി കേരളത്തിലെ പ്രധാന വാർത്തകൾ. കാസർഗോഡ് ജില്ലാ ശുചിത്വ മിഷനും കുടുംബശ്രീ ജില്ലാ മിഷനും ജില്ലാ ഭരണകൂടവുമായി സഹകരിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഹരിതചട്ടങ്ങൾ ഉറപ്പാക്കുന്നതിന് ഹരിത സന്ദേശയാത്ര സംഘടിപ്പിച്ചു. ജില്ലാ കളക്ടർ K ഇമ്പശേഖർ ഹരിത സന്ദേശയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന നഴ്സിംഗ് വിദ്യാർത്ഥികൾക്കായി വേൾഡ് മലയാളി കൗൺസിൽ നൽകുന്ന സ്കോളർഷിപ്പിന്റെ ആദ്യഘട്ട വിതരണം 2026 ഫെബ്രുവരി 25-ന് തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ നടക്കും. ആദ്യഘട്ടത്തിൽ 25 നഴ്സിംഗ് വിദ്യാർത്ഥികൾക്ക് 1 ലക്ഷം രൂപ വീതം സ്കോളർഷിപ്പ് അനുവദിക്കും.
രാജ്യത്തിന്റെ ഔദ്യോഗിക അന്താരാഷ്ട്ര സീപോർട്ടുകളുടെ പട്ടികയിൽ ഇനി വിഴിഞ്ഞവും. വിഴിഞ്ഞത്ത് ക്രൂ ചേഞ്ചിംഗ് അനുമതിക്കുള്ള ഇമിഗ്രേഷൻ ചെക്ക് പോസ്റ്റ് പദവി ലഭിച്ചു. അനുമതി നൽകി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വിജ്ഞാപനമിറക്കി. തിരുവനന്തപുരം കല്ലറയിൽ കാട്ടുപന്നി കുറുകെ ചാടി ഓട്ടോ മറിഞ്ഞ് ഡ്രൈവർക്ക് പരിക്ക്. ഓട്ടോ ദേഹത്തേക്ക് മറിഞ്ഞ് കാട്ടുപന്നിയും ചത്തു. കൊച്ചി തൃപ്പൂണിത്തുറയിൽ തുണിക്കടയ്ക്ക് തീപിടിച്ചു. സ്റ്റാച്യു ജംഗ്ഷനിലുള്ള തുണിക്കടയിലാണ് അപകടം. തൃപ്പൂണിത്തുറ അഗ്നിരക്ഷാ സേനയെത്തി തീയണച്ചു. മണ്ണാർക്കാട് തച്ചമ്പാറ ചൂരിയോട് തെരുവുനായയുടെ ആക്രമണത്തിൽ നിന്ന് കുട്ടികൾ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. ചൂരിയോട് തരിശിൽ വെച്ചാണ് കുട്ടികളെ തെരുവുനായ്ക്കൾ ആക്രമിക്കാൻ ശ്രമിച്ചത്. സമീപത്തെ പുഴയിൽ പോയി മടങ്ങി വരുന്നതിനിടയിലാണ് സംഭവം. പട്ടാമ്പി ഭാരതപ്പുഴയിൽ മീൻ പിടിക്കുന്നതിനിടെ ഒഴുക്കിൽപ്പെട്ട് 50കാരൻ മുങ്ങിമരിച്ചു. കൊല്ലം തെക്കുമല ബ്രിട്ടീഷ് മാർക്കറ്റ് ജവാൻപടിയിൽ താമസിക്കുന്ന കൂരിപ്പറമ്പിൽ അസീസ് ഹാജിയുടെ മകൻ നാസറാണ് മരണപ്പെട്ടത്. ഇന്നലെ രാത്രി 10 മണിയോടെ പട്ടാമ്പി കാരക്കാട് ഭാഗത്ത് മീൻ പിടിക്കാൻ ഇറങ്ങിയപ്പോഴാണ് അപകടം. തൃശൂർ കൊടുങ്ങല്ലൂരിൽ 6 വയസ്സുകാരിയുമായി ആശുപത്രിയിലേക്ക് പോയ ആംബുലൻസ് അടിച്ചു തകർത്തു. ഓട്ടോറിക്ഷയിൽ തട്ടിയതിനെ തുടർന്നുണ്ടായ തർക്കമാണ് ആക്രമണത്തിന് കാരണം. ഓട്ടോറിക്ഷ ഡ്രൈവർ പോലീസ് കസ്റ്റഡിയിൽ. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സുഗമമായ നടത്തിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിരീക്ഷിക്കുന്നതിനായി ഇടുക്കി ജില്ലയുടെ ചുമതലയുള്ള പൊതുനിരീക്ഷകൻ രാജു കെ ഫ്രാൻസിസ് ജില്ലയിലെത്തി. ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട്, ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ സുജാ വർഗീസ് എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രാഥമിക കാര്യങ്ങൾ കളക്ടറേറ്റിൽ ചേർന്ന യോഗത്തിൽ പൊതുനിരീക്ഷകൻ വിലയിരുത്തി. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോട്ടയത്ത് ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. കളക്ടർ ചേതൻ കുമാർ മീണയുടെ നേതൃത്വത്തിൽ കോട്ടയം പ്രസ് ക്ലബ്ബിൽ വെച്ചായിരുന്നു ബോധവൽക്കരണ പരിപാടി. കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ വാഹന ഫിറ്റ്നസ് ടെസ്റ്റിംഗ് ഫീസ് വർധനവ് ജനവിരുദ്ധ നടപടിയാണെന്ന് കേരള സ്റ്റേറ്റ് യൂസ്ഡ് വെഹിക്കിൾ ഡീലേഴ്സ് ആൻഡ് ബ്രോക്കേഴ്സ് അസോസിയേഷൻ ആരോപിച്ചു. 20 വർഷമുള്ള വാഹനങ്ങൾക്ക് അന്യായമായി ഫീസ് വർദ്ധിപ്പിച്ചതിലൂടെ സാധാരണ ജനങ്ങളുടെ ജീവിതമാണ് താറുമാറാകുന്നതെന്ന് അസോസിയേഷൻ നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി. കളമശ്ശേരിയിൽ പ്രവർത്തിക്കുന്ന ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് ട്രാവൻകൂർ ലിമിറ്റഡിൽ ഉൽപാദന പ്രതിസന്ധി രൂക്ഷം. പ്രധാന അസംസ്കൃത സാമഗ്രിയായ സൾഫർ ലഭിക്കാത്തതിനാൽ സൾഫ്യൂരിക് ആസിഡ് ഉൽപ്പാദിപ്പിക്കുന്ന പ്ലാന്റിന്റെ പ്രവർത്തനം പ്രതിസന്ധിയിൽ. തിരുവനന്തപുരം മഴൂർ പഞ്ചായത്തിൽ പകൽവീട് വേണമെന്ന ആവശ്യത്തിന് ഫലം കാണുന്നു. പെരിങ്ങുഴി കുഴിയം ആറാട്ടുകടവിന് സമീപം 12 സെന്റ് ഭൂമി പഞ്ചായത്തിന് സൗജന്യമായി വിട്ടു നൽകി പ്രദേശവാസിയായ മോഹൻദാസ്. അമ്പലപ്പുഴ ടൗൺ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് മുജീബ് റഹ്മാന് നേരെയുണ്ടായ ആക്രമണത്തിൽ അസോസിയേഷൻ പ്രതിഷേധിച്ചു. റെസിഡന്റ് വെൽഫെയർ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ആർ ഭദ്രൻ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. വെള്ളറട വേലായുധ പണിക്കർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിമുക്തി ക്ലബ്ബും എക്സൈസ് ഡിപ്പാർട്ട്മെന്റും സംയുക്തമായി ലഹരി വിരുദ്ധ ക്ലാസ് സംഘടിപ്പിച്ചു. അമരവിള എക്സൈസ് റേഞ്ച് ഓഫീസർ ആദർശ് GL ക്ലാസ് എടുത്തു. ട്രിവാൻഡ്രം റീജൻസി ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടൂറിസം ആൻഡ് ട്രാവൽ സ്റ്റഡീസ് വിദ്യാർത്ഥികൾക്കായി ലഹരി വിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രിൻസിപ്പൽ ഡോക്ടർ B രാജേന്ദ്രൻ അധ്യക്ഷനായി. നോക്കാമിനി പ്രധാന അറിയിപ്പുകൾ. കഴക്കൂട്ടം തുമ്പ സെന്റ് സേവിയേഴ്സ് കോളേജിൽ സ്റ്റാറ്റിസ്റ്റിക്സ് വിഭാഗത്തിൽ ഗസ്റ്റ് അധ്യാപകരുടെ ഒഴിവ്. കൊല്ലം ഡെപ്യൂട്ടി കളക്ടറുടെ ഓഫീസിൽ ഗസ്റ്റ് അധ്യാപകരുടെ പാനലിൽ ഉൾപ്പെട്ടവർക്ക് അഭിമുഖത്തിൽ പങ്കെടുക്കാം. ഡിസംബർ 1 ഉച്ചയ്ക്ക് 1 മണിക്ക് കോളേജ് ഓഫീസിൽ വെച്ചാണ് അഭിമുഖം. ദേശീയ ക്ഷീരദിനാഘോഷങ്ങളുടെ ഭാഗമായി 24, 25 തീയതികളിൽ മിൽമ പത്തനംതിട്ട ഡയറി പൊതുജനങ്ങൾക്ക് സന്ദർശിക്കാം. 10 മുതൽ 5 വരെയാണ് സന്ദർശന സമയം. ആലപ്പുഴ ഹരിപ്പാട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ചേർന്ന് നടത്തുന്ന ഡിജിറ്റൽ ക്രോപ്പ് സർവേ പ്രോഗ്രാമിലേക്ക് ചിങ്ങോലി കൃഷിഭവൻ സർവേ വോളണ്ടിയർമാരെ തിരഞ്ഞെടുക്കുന്നു. പഞ്ചായത്തിലെ ഓരോ വാർഡിലെയും വിളകൾ, കൃഷിയിടങ്ങൾ എന്നിവയുടെ ഫോട്ടോ വിവരങ്ങൾ എടുത്ത് അപ്ലോഡ് ചെയ്യുന്നതാണ് സർവേ. കായംകുളം കേരള വാട്ടർ അതോറിറ്റി സെഷൻ ഓഫീസ് പരിധിയിൽ ദേശീയപാതയിലെ പൈപ്പ് ലൈനിൽ അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ ഇന്ന് രാത്രി 12 മുതൽ 23 തീയതി വരെ കായംകുളം മുനിസിപ്പാലിറ്റി,
ആറാട്ടുപുഴ പഞ്ചായത്ത് എന്നിവിടങ്ങളിലേക്കുള്ള ശുദ്ധജല വിതരണം തടസ്സപ്പെടും. തുറവൂർ ദേശീയപാത 66 വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി അരൂക്കുറ്റി റോഡിലൂടെ പൈപ്പിടൽ പ്രവൃത്തി നടത്തും. നാളെ രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് 2 മണിവരെ പൈപ്പിടുന്നതിനാൽ ഗതാഗതം നിരോധിക്കുമെന്ന് പൊതുമരാമത്ത് വകുപ്പ്. കോട്ടയം രാമപുരം മാർ അഗസ്റ്റിനോസ് കോളേജ് സ്കിൽ ഡെവലപ്മെന്റ് സെന്റർ കെൽട്രോണിന്റെ സഹകരണത്തോടെ ബ്യൂട്ടി ആൻഡ് വെൽനസ് കോഴ്സസ് ആരംഭിക്കുന്നു. ഡിസംബറിൽ ആരംഭിക്കുന്ന കോഴ്സിലേക്ക് കോളേജ് വിദ്യാർത്ഥികൾക്കും +2 യോഗ്യതയുള്ളവർക്കും ചേരാം. ഇടുക്കി നെടുങ്കണ്ടം 66 kV സബ്സ്റ്റേഷനിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ ഡിസംബർ 1 വരെ നെടുങ്കണ്ടം തൂക്കുപാലം, ഉടുമ്പൻചോല, ഇരട്ടയാർ ഇലക്ട്രിക്കൽ സെഷൻ പരിധിയിൽ വൈദ്യുതി വിതരണം തടസ്സപ്പെടും. തൃശൂർ കണ്ടശാംകടവ് ജോസഫ് മുണ്ടശ്ശേരി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കൊമേഴ്സ് ജൂനിയർ ഒഴിവിലേക്ക് നിയമനം. അഭിമുഖം ഡിസംബർ 5 രാവിലെ 10:30. തൃശൂരിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വടക്കഞ്ചേരി ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ സൗജന്യ സോളാർ സബ്സിഡി രജിസ്ട്രേഷൻ ക്യാമ്പും സോളാർ ലോൺ മേളയും നടത്തുന്നു. 24 രാവിലെ 10 മണി മുതലാണ് മേള. കോഴിക്കോട് സിവിൽ സ്റ്റേഷനിലെ ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പ്രവർത്തിക്കുന്ന എംപ്ലോയബിലിറ്റി സെന്ററിൽ ജോബ് ഡ്രൈവ് നടത്തുന്നു. 24 രാവിലെ 10:30 ജോബ് ഡ്രൈവ്. നോക്കാമിനി ദേശീയ വാർത്തകൾ. G20 ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജോഹന്നാസ്ബർഗിൽ. ഗറ്റാങ്ങിലെ വാട്ടർ ഫ്ലൂ വ്യോമസേനാ താവളത്തിലെത്തിയ മോദിക്ക് പരമ്പരാഗത രീതിയിൽ സ്വീകരണം നൽകി. തൊഴിലാളി ക്ഷേമം മെച്ചപ്പെടുത്തുന്നതിനും ബിസിനസ്സുകൾക്കുള്ള നിയമങ്ങൾ ലളിതമാക്കുന്നതിനുമായി 29 പഴയ നിയമങ്ങൾ പുതുക്കി കേന്ദ്ര സർക്കാർ. 4 തൊഴിൽ നിയമങ്ങൾ പ്രാബല്യത്തിൽ വന്നു. ഡൽഹിയിൽ വായുമലിനീകരണം ഉയരുന്ന സാഹചര്യത്തിൽ സർക്കാർ സ്കൂളുകളിലെ കായിക പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ ഉത്തരവ്. സ്കൂളുകൾക്ക് നോട്ടീസ് നൽകിയതായി വിദ്യാഭ്യാസ മന്ത്രി ആശിഷ് സൂദ്. ഇന്ത്യയിലെ തുറമുഖങ്ങളുടെ സുരക്ഷയുടെ പൂർണ്ണ ചുമതല ഇനി CISF-ന്. നടപടി പ്രത്യേക ഉത്തരവിലൂടെ. ഗോവ മുഖ്യമന്ത്രി പ്രമോദ് സാവന്തിനെ കണ്ട് നടൻ കമൽ ഹാസൻ. കൂടിക്കാഴ്ച 56ാമത് IFFKയോട് അനുബന്ധിച്ച്. ചൈനീസ് പൗരന്മാർക്ക് ടൂറിസ്റ്റ് വിസ അനുവദിക്കാൻ ഇന്ത്യ. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം സാധാരണ നിലയിലാകുന്നതിനുള്ള ചുവടുവെപ്പെന്ന് വിദഗ്ധർ. ഇന്ത്യൻ എംബസിയിൽ നിന്ന് വളരെ വേഗം വിസ ലഭ്യമാകുമെന്ന് സർക്കാർ. 252 കോടി രൂപയുടെ മയക്കുമരുന്ന് കേസിൽ ശ്രദ്ധാ കപൂറിന്റെ സഹോദരൻ സിദ്ധാന്ത് കപൂറിന് സമൻസ് അയച്ചു. മുംബൈ പോലീസിന്റേതാണ് നടപടി. നവംബർ 25 ഹാജരാകണമെന്ന് നിർദ്ദേശം. മായം ചേർത്ത ഭക്ഷ്യവസ്തുക്കൾ നിയന്ത്രണമില്ലാതെ വിൽപ്പന നടത്തിയതിന് FSSAIയെ ചോദ്യം ചെയ്ത് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി. ജീവനക്കാർക്ക് കടുത്ത ക്ഷാമമെന്ന കൺട്രോൾ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ റിപ്പോർട്ടിലും അന്വേഷണം. കർണാടക ശിവമോഗ ജയിലിൽ കഞ്ചാവ് എത്തിച്ച ജയിൽ ഉദ്യോഗസ്ഥൻ പിടിയിൽ. സാത്വിക്കാണ് അറസ്റ്റിലായത്. ഓട്ടോ ഡ്രൈവർ വഴി വാഴക്കുലയിൽ ഒളിപ്പിച്ചാണ് കഞ്ചാവ് ജയിലിലെത്തിച്ചത്. ട്രോളിംഗ് സമയത്ത് മത്സ്യത്തൊഴിലാളികൾക്കുള്ള സഹായധനം വർദ്ധിപ്പിച്ച് തമിഴ്നാട് സർക്കാർ. 8000 രൂപയായി തുക വർദ്ധിപ്പിച്ചതായി മുഖ്യമന്ത്രി MK സ്റ്റാലിൻ. ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ ചമഞ്ഞ് തട്ടിപ്പ്. മുംബൈയിൽ വൃദ്ധ ദമ്പതികളിൽ നിന്ന് 32 ലക്ഷം രൂപ തട്ടിയെടുത്തു. കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട കേസിൽ പങ്കുണ്ടെന്നാരോപിച്ചാണ് തട്ടിപ്പ് സംഘം ഇവരിൽ നിന്ന് 32.8 ലക്ഷം രൂപ കൈക്കലാക്കിയത്. മുംബൈയിലെ സബ് അർബൻ മുളിന്ത സ്വദേശികളാണ് തട്ടിപ്പിന് ഇരയായത്. ലോക മത്സ്യത്തൊഴിലാളി ദിനം ബഹിഷ്കരിച്ച് കന്യാകുമാരി ജില്ലയിലെ കുളച്ചലിൽ മത്സ്യബന്ധന തൊഴിലാളികൾ പ്രതിഷേധ പ്രകടനം നടത്തി. വാനിയക്കുടുംബി, കുറുമ്പന എന്നീ സ്ഥലങ്ങളിലെ മത്സ്യത്തൊഴിലാളികളെ മറ്റ് ഹാർബറിലെ മത്സ്യത്തൊഴിലാളികൾ നിരന്തരം ആക്രമിച്ചിട്ടും തമിഴ്നാട് സർക്കാർ ഇടപെടാത്തതിലാണ് പ്രതിഷേധം. നോക്കാമിനി രാജ്യാന്തര വാർത്തകൾ. US നേതൃത്വത്തിലുള്ള സമാധാന പ്രക്രിയയിൽ യുക്രൈന്റെ താൽപര്യങ്ങൾ മറന്ന് പ്രവർത്തിക്കില്ല എന്ന് പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി. ചരിത്രത്തിലെ ഏറ്റവും കടുപ്പമേറിയ നിമിഷങ്ങളിലൂടെയാണ് രാജ്യം കടന്നുപോകുന്നതെന്നും സെലൻസ്കി.
സമാധാന നിർദ്ദേശം അംഗീകരിക്കാത്ത യുക്രൈനെതിരെ ഭീഷണിയുമായി അമേരിക്ക. ഇന്റലിജൻസ്, ആയുധങ്ങൾ എന്നിവ വെട്ടിക്കുറയ്ക്കുമെന്ന് US ഭീഷണി. ഇറ്റാലിയൻ സർക്കാർ നിയന്ത്രണത്തിലുള്ള പ്രതിരോധ ഗ്രൂപ്പായ ലിയോൻറ്റോയ്ക്ക് എതിരെ കേസ് ഫയൽ ചെയ്ത ഇറ്റാലിയൻ സിവിൽ സൊസൈറ്റി ഗ്രൂപ്പ്. ഇസ്രയേലിനുള്ള ആയുധ വിൽപ്പനയ്ക്കും വിതരണത്തിനുമുള്ള കരാർ റദ്ദാക്കണമെന്ന് ആവശ്യം. സ്ലൊവാക്യക്കെതിരെ കേസ് ആരംഭിച്ച് യൂറോപ്യൻ കമ്മീഷൻ. സ്ലൊവാക്യയുടെ ഭരണഘടനാ ഭേദഗതി യൂറോപ്യൻ യൂണിയൻ നിയമത്തിന്റെ ലംഘനമെന്ന് കണ്ടെത്തൽ. മൊസാംബിക്കിൽ IS സാന്നിധ്യം വർദ്ധിച്ചതായി റിപ്പോർട്ട്. IS സാന്നിധ്യം വർദ്ധിച്ചത് US സഹായ പദ്ധതികൾ വെട്ടിക്കുറച്ചതോടെ. ദക്ഷിണ ചൈന കടലിൽ തകർന്നു വീണ 2 വിമാനങ്ങൾ വീണ്ടെടുക്കാൻ US നാവികസേന. ഒക്ടോബർ അവസാനം USS നിമിറ്റ്സ് എന്ന വിമാനവാഹിനി കപ്പലിൽ നിന്ന് പറക്കുന്നതിനിടയിലാണ് വിമാനങ്ങൾ കടലിൽ പതിച്ചത്. കാനഡയിൽ കരടിയുടെ ആക്രമണം, 11 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റത് ബ്രിട്ടീഷ് കൊളംബിയയിലെ സ്കൂൾ കുട്ടികൾക്കും അധ്യാപകർക്കും. ഓഗസ്റ്റിൽ മിനിസോട്ടയിലെ കത്തോലിക്ക പള്ളിയിലും സ്കൂളിലുമുണ്ടായ വെടിവെപ്പിൽ കൊല്ലപ്പെട്ടവരെ അനുസ്മരിക്കുന്ന US സെനറ്റ് പ്രമേയത്തിന്റെ പകർപ്പ് പോപ്പ് ലിയോയ്ക്ക് കൈമാറി. ബില്ലിന്റെ സഹസ്പോൺസർമാരിൽ ഒരാളായ സെനറ്റർ ആമി കോബുച്ചറാണ് പോപ്പിന് പകർപ്പ് നൽകിയത്. ജപ്പാനീസ് തുറമുഖങ്ങൾ ഒഴിവാക്കി ചൈനീസ് നാവികർ. ജപ്പാൻ പ്രധാനമന്ത്രിയുടെ പ്രസ്താവന മൂലം ചൈനീസ് വിനോദസഞ്ചാരികളെ ജപ്പാനിൽ നിന്ന് ചൈന അകറ്റുന്നതായി റിപ്പോർട്ട്. നൈജീരിയയിലെ സ്കൂളിൽ നിന്ന് സായുധ സംഘങ്ങൾ വിദ്യാർത്ഥികളെ തട്ടിക്കൊണ്ടുപോയി. ഒരാഴ്ചക്കുള്ളിൽ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന രണ്ടാമത്തെ സംഭവം. 25 കുട്ടികൾക്കായി അന്വേഷണം ആരംഭിച്ചു. നൈജീരിയയിലെ വിഘടനവാദി നേതാവ് നാംറ്റി കാനുവിന് ജീവപര്യന്തം തടവ് വിധിച്ച് കോടതി. ശിക്ഷാവിധി 1 പതിറ്റാണ്ട് നീണ്ട നിയമയുദ്ധത്തിന് ശേഷം ഭീകരപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയെന്ന കേസിലാണ് ശിക്ഷ. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ച് ദക്ഷിണാഫ്രിക്ക. പ്രഖ്യാപനം വെള്ളിയാഴ്ച രാജ്യവ്യാപകമായി നടന്ന പ്രതിഷേധത്തിന് പിന്നാലെ ദക്ഷിണാഫ്രിക്കയിൽ ഓരോ ദിവസവും 15 സ്ത്രീകൾ കൊല്ലപ്പെടുന്നതായി റിപ്പോർട്ട്. ചിക്കാഗോയിൽ വൻ ലഹരിമരുന്ന് വേട്ട. 175 പൗണ്ടിലധികം ലഹരി വസ്തുക്കളുമായി ഇന്ത്യാന സ്വദേശി പിടിയിൽ. അപ്പാർട്ട്മെന്റിൽ നിന്നും വാഹനത്തിൽ നിന്നുമാണ് ലഹരിമരുന്ന് പിടികൂടിയത്. കുവൈത്തിൽ തൊഴിലാളികളെ ചൂഷണത്തിനിരയാക്കിയ മാഫിയ സംഘത്തെ ഹവല്ലി ക്യാപിറ്റൽ കുറ്റാന്വേഷണ വിഭാഗം അറസ്റ്റ് ചെയ്തു. ഷോപ്പിംഗ് മാളുകളിലും മറ്റും ട്രോളി ഉന്തുന്ന ജോലിയിലേർപ്പെട്ട പ്രവാസി തൊഴിലാളികളെയാണ് ഇവർ ചൂഷണത്തിന് ഇരയാക്കിയത്. കുവൈത്തിൽ ഭക്ഷണം തൊണ്ടയിൽ കുരുങ്ങി ചികിത്സയിലായിരുന്ന 9 മാസം പ്രായമായ കുഞ്ഞു മരിച്ചു. കോഴിക്കോട് കൊയിലാണ്ടി സ്വദേശി ജവാദ് ജംഷീന ദമ്പതികളുടെ മകൻ എസ്രാൻ ജവാദാണ് മരിച്ചത്. ശ്വാസതടസ്സം നേരിട്ട കുഞ്ഞിനെ അദാൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം പുനരുജ്ജീവിപ്പിക്കുന്നതിനായി ഇരു രാജ്യങ്ങളിലും വാണിജ്യകാര്യ അറ്റാഷെമാരെ നിയമിക്കാൻ തീരുമാനം. അഫ്ഗാൻ വ്യവസായ വാണിജ്യ മന്ത്രി ഹാജി നുറുദ്ദീൻ അസീസിയും കേന്ദ്ര വാണിജ്യ വ്യവസായ സഹമന്ത്രി ജിതിൻ പ്രസാദയും നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. അനിൽ അംബാനിയുടെ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് കേസിൽ റാണ കപൂറിനെ വിചാരണ ചെയ്യും. CBI സമർപ്പിച്ച കുറ്റപത്രം പരിഗണിച്ച് ഡിസംബർ 12 കോടതി പ്രതിഭാഗത്തിന്റെയും പ്രോസിക്യൂഷന്റെയും വാദം കേൾക്കും. ഗുജറാത്തിലും തമിഴ്നാട്ടിലും ശേഷി വർദ്ധിപ്പിക്കുന്നതിന് ടാറ്റ കെമിക്കൽസ് 910 കോടി നിക്ഷേപിക്കാൻ തീരുമാനം. തമിഴ്നാട്ടിലെ കടലൂരിലെ പ്ലാന്റിൽ സിലിക്ക ഉൽപാദന ശേഷി വികസിപ്പിക്കാൻ 775 കോടി രൂപയുടെ നിക്ഷേപത്തിനും ബോർഡ് അംഗീകാരം നൽകി. ഉത്തർപ്രദേശിൽ ബ്രൂവറിയുടെ ലീസ് രജിസ്ട്രേഷൻ പൂർത്തിയാക്കി യുണൈറ്റഡ് ബ്രൂവറി ലിമിറ്റഡ് 750 കോടി രൂപ നിക്ഷേപിച്ചു. ബ്രൂവറി 2027 പ്രവർത്തനം തുടങ്ങും. യൂറോപ്യൻ ഇൻസ്റ്റന്റ് പേയ്മെന്റ് സിസ്റ്റവുമായി UPI ബന്ധിപ്പിക്കുന്നു. നടപടി ആരംഭിച്ചതായി RBI. ഇന്ത്യക്കും യൂറോപ്പിനും ഇടയിലുള്ള പണമിടപാട് സുഗമമാക്കുകയാണ് ലക്ഷ്യം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പണനയ അവലോകനത്തിന് മുന്നോടിയായി ബോണ്ടിലൂടെ 24,000 കോടി രൂപ വരെ സമാഹരിക്കാൻ വിവിധ കമ്പനികൾ. നബാർഡ്, സിഡ്ബി, PFC, RFFC തുടങ്ങിയ പ്രമുഖ ധനകാര്യ കമ്പനികൾ ബോണ്ട് ഇറക്കും. IPL 2026 സീസണിൽ ചെന്നൈ സൂപ്പർ കിങ്സിനായി ഋതുരാജ് ക്യാപ്റ്റൻസിയിൽ കളിക്കാൻ താൻ കാത്തിരിക്കുകയാണെന്ന്
സഞ്ജു സാംസൺ. ഋതുരാജ് ക്യാപ്റ്റൻസി, സൗമ്യൻ എന്നും സഞ്ജു. ഇന്ത്യക്കെതിരായ ഏകദിന 2020 ടീമുകളെ പ്രഖ്യാപിച്ച ദക്ഷിണാഫ്രിക്ക. ടുംപാബൌമ നയിക്കുന്ന ഏകദിന ടീമിൽ ക്വിന്റൻ ഡി കോക്ക് വിക്കറ്റ് കീപ്പർ. 2020 ടീമിനെ നയിക്കുന്നത് എയ്ഡൻ മാർക്രം. അന്താരാഷ്ട്ര മത്സരങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം ക്ലബ്ബ് ഫുട്ബോൾ മത്സരങ്ങൾക്ക് തുടക്കം. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ലിവർപൂളിനും മാഞ്ചസ്റ്റർ സിറ്റിക്കും ചെൽസിക്കും ഇന്ന് മത്സരങ്ങൾ. സ്പാനിഷ് ലീഗിൽ ബാഴ്സലോണയുടെ എതിരാളികൾ അത്ലറ്റിക്കോ ബിൽബാവോ. ആഴ്സണലിന്റെ ബ്രസീലിയൻ താരം ഗബ്രിയേലിന് പരിക്ക്. 3 ആഴ്ചയിൽ കൂടുതൽ വിശ്രമം വേണ്ടിവരുമെന്ന് പരിശീലകൻ മിക്കൽ ആർട്ടേറ്റ. ചെൽസി സൂപ്പർ താരം കോൾ പാൽമറും പരിക്കിന്റെ പിടിയിൽ. നോക്കാമിനി കലാ സാംസ്കാരിക സിനിമാ വാർത്തകൾ. അഭിഷൻ ജീവിന്ദ്, അനശ്വര രാജൻ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കുന്ന ചിത്രം വിത്ത് ലവിന്റെ ടൈറ്റിൽ ടീസർ പുറത്ത്. സൗന്ദര്യ രജനീകാന്തിന്റെ നേതൃത്വത്തിലുള്ള സിയോൺ ഫിലിംസ് MRP എന്റർടൈൻമെന്റുമായി സഹകരിച്ചാണ് ചിത്രം നിർമ്മിക്കുന്നത്. വിജയ് സൂര്യ കൂട്ടുകെട്ടിലിറങ്ങിയ തമിഴ് ചിത്രം ഫ്രണ്ട്സ് എന്ന ചിത്രത്തിന്റെ റിലീസ് നടന്നു. 4K ദൃശ്യമികവോടെ ചിത്രം വീണ്ടും തിയേറ്ററിലെത്തിക്കുന്നത് ജാഗ്വർ സ്റ്റുഡിയോസ് ആണ്. ജോജു ജോർജിനെ നായകനാക്കി ഷാജി കൈലാസ് സംവിധാനം ചെയ്യുന്ന വരവിന്റെ ചിത്രീകരണം പൂർത്തിയായി. മലയോര മേഖലയുടെ പശ്ചാത്തലത്തിൽ മുന്നോട്ടു പോകുന്ന സിനിമ മൂന്നാർ, മറയൂർ, തേനി എന്നീ ലൊക്കേഷനുകളിലായിരുന്നു ചിത്രീകരിച്ചത്. ഇന്ദ്രജിത് സുകുമാരൻ പോലീസ് വേഷത്തിലെത്തുന്ന ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ചിത്രം ധീരം ഡിസംബർ 5 തിയേറ്ററുകളിലെത്തും. ചിത്രത്തിലെ പ്രധാന കഥാപാത്രം അവതരിപ്പിക്കുന്ന ദിവ്യ പിള്ളയുടെ ക്യാരക്ടർ പോസ്റ്റർ പുറത്ത്. ദിവ്യ പിള്ള അവതരിപ്പിക്കുന്നത് ദിവ്യ പ്രഭാകർ എന്ന കഥാപാത്രത്തെയാണ്. നോക്കാമിനി ഫാക്ട് ചെക്ക്. ന്യൂയോർക്ക് സിറ്റി മേയറായി അധികാരമേൽക്കുന്ന സുഹ്റാൻ മംദാനി നടപ്പിലാക്കാൻ പോകുന്ന നയങ്ങളെക്കുറിച്ച് നിരവധി അവകാശവാദങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ ചർച്ചയാകുന്നുണ്ട്. ന്യൂയോർക്ക് നഗരത്തിലെ എലമെന്ററി സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അറബിക് ന്യൂമറൽ പഠനം നിർബന്ധമാക്കാൻ പദ്ധതിയിടുന്നതായി നിരവധി പോസ്റ്റുകൾ പ്രചരിക്കുന്ന പോസ്റ്റുകൾ വ്യാജമാണെന്ന് പരിശോധനയിൽ കണ്ടെത്തി. നോക്കാമിനി ലേറ്റസ്റ്റ് ന്യൂസ്. ന്യൂയോർക്ക് നിയുക്ത മേയറായ ഇന്ത്യൻ വംശജൻ സുഹ്റാൻ മംദാനിയുമായുള്ള കൂടിക്കാഴ്ച ഫലപ്രദമായിരുന്നുവെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. മംദാനിക്ക് മികച്ച പ്രവർത്തനം കാഴ്ചവെക്കാൻ കഴിയുമെന്നും ട്രംപിന്റെ ആശംസ. ജോഹന്നാസ്ബർഗിൽ പ്രമുഖ സമുദായ സംഘടനാ മേധാവികളുമായി സംവദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രിയെ സ്വാഗതം ചെയ്ത് ഇന്ത്യൻ പ്രവാസി സമൂഹം. വെനസ്വേലയ്ക്ക് മുകളിലൂടെ പറക്കുമ്പോൾ ഉണ്ടാകാവുന്ന അപകടങ്ങളെക്കുറിച്ച് വിമാന കമ്പനികൾക്ക് മുന്നറിയിപ്പ് നൽകിയ അമേരിക്ക. എല്ലാ ഉയരത്തിൽ പറക്കുന്ന വിമാനങ്ങൾക്കും ഭീഷണിയുണ്ടെന്ന് മുന്നറിയിപ്പ്. ഗൂഗിളിന്റെ കുത്തക കേസുകളിൽ ഉടൻ പരിഹാരം കാണണമെന്ന് US കോടതി. പരിഗണിക്കുന്നത് ഗൂഗിളിന്റെ പരസ്യ സാങ്കേതിക ബിസിനസ്സുമായി ബന്ധപ്പെട്ട കേസ്. കടുത്ത ജലക്ഷാമം നേരിട്ട് പാകിസ്ഥാനിലെ കറാച്ചി. ജലക്ഷാമത്തോടൊപ്പം വൈദ്യുതി പ്രതിസന്ധിയും അതിരൂക്ഷം. നോക്കാമിനി ഇപ്പോൾ കിട്ടിയത്. SIRൽ തങ്ങൾക്ക് എതിർപ്പില്ലെന്ന് SP നേതാവ് അഖിലേഷ് യാദവ്. എന്നാൽ സമയപരിധി നീട്ടണമെന്ന് ആവശ്യം. നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേഷ് കെ ത്രിപാഠിയുടെ വാഷിംഗ്ടൺ സന്ദർശനം പൂർത്തിയായി. മുതിർന്ന US നേവി ഉദ്യോഗസ്ഥരുമായി നിർണായക കൂടിക്കാഴ്ച നടത്തിയാണ് മടക്കം. ബോഡോ കരാർ സമയബന്ധിതമായി നടപ്പിലാക്കണമെന്നും 125ാമത് ഭരണഘടനാ ഭേദഗതി ബിൽ പാസാക്കണമെന്നും ആവശ്യപ്പെട്ട് ബോഡോ സംഘടനകൾ ജന്തർ മന്ദറിൽ കുത്തിയിരിപ്പ് സമരം നടത്തുന്നു. 100 ന്യൂസ് പൂർത്തിയാവുകയാണ്.